ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 57. നിരഞ്ജന്റേത് വളരെ അറിയപ്പെടുന്ന കുടുംബമാണ്. അവിടെയുള്ളവർക്ക് മാജിക് സ്കൂളിനോട് വല്ലാത്ത ബഹുമാനമാണ്. തരകനെയും നരേന്ദ്രനെയും പോലെ അതിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് അവർ വലിയ വില കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെക്കാൾ മേലെയാണ് ചേതന്റെ സ്ഥാനം. ചേതനെ പോലെ ഒരു ടീച്ചറിനെ ലഭിച്ചാൽ തന്നെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് അശോക് വിശ്വസിച്ചു. അവനു വേണ്ടി അവന്റെ മുത്തശ്ശനും ചേതനോട് സംസാരിച്ചു. അഖിലിനെ പോലൊരു സ്റ്റുഡന്റിനെ ഇത്രയും നല്ല നിലയിലേക്ക് ചേതനെ മാറ്റാൻ കഴിയുമെങ്കിൽ ഞങ്ങളെയൊക്കെ ചേതൻ എവിടെ എത്തിക്കുമെന്ന് അശോകും ദർശനും ചിന്തിച്ചു. നീ എന്റെ കൊച്ചുമകനെ സ്റ്റുഡന്റായി ചേർത്താൽ ഞാനും നിന്റെ സ്റ്റുഡന്റായി ചേരാം. എന്നെ പോലെ ഡോൺ 6-ലുള്ള ഒരാൾ നിന്റെ സ്റ്റുഡന്റായി ചേരുന്നത് നിനക്കാണ് അഭിമാനം. അവനെ ചേർക്കുന്നതിന് പകരമായി നമുക്ക് ഇതെടുക്കാം. എന്തു പറയുന്നു? അശോകിന്റെ മുത്തശ്ശൻ ചോദിച്ചു. എന്താ മുത്തശ്ശ? മുത്തശ്ശൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? സാർ, മുത്തശ്ശൻ വെറുതെ പറയുന്നതാണ്, അത് കാര്യമായിട്ട് എടുക്കണ്ട. നിരഞ്ജന്റെ കൂടെ വന്ന ആളുകളിൽ ചിലർ പറഞ്ഞു. അത് കേട്ട് നിരഞ്ജനാവട്ടെ, ഒരു മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്യുമ്പോ പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ നിന്നാൽ ശരിയാകുമോ എന്ന് ചിന്തിച്ച് ചേതനെ നോക്കി. ചേതാ, ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ്. എനിക്കിവർ 42 വയസ്സേ ഉള്ളൂ. നീ ദർശനെ നിന്റെ സ്റ്റുഡന്റായി ചേർത്താൽ ഞാനും നിന്റെ സ്റ്റുഡന്റായി ചേരാം. മേഘയോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. നിരഞ്ജൻ പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്നവർ എല്ലാം പകച്ചുപോയി. ദർശൻ, അശോക്, അശോകിന്റെ മുത്തശ്ശൻ, ദാ ഇപ്പോൾ നിരഞ്ജനും. ലിസ്റ്റ് നീളുന്നത് കണ്ട് ചേതൻ ഇടപെടാൻ തീരുമാനിച്ചു. നിങ്ങളെല്ലാവരും എന്നെ സ്റ്റുഡന്റ് ആവുന്നതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോ ഇവരെന്റെ മേലെ ചാർത്തിയ കുറ്റത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് എനിക്ക് വേണ്ടത്. ചേതൻ അവരോട് എല്ലാവരോടുമായി പറഞ്ഞു. അഖിൽ, നീ പറ, ഞാനന്ന് നിന്നെ തെറ്റായി ഗൈഡ് ചെയ്തു. ഞാൻ കാരണമാണോ നിനക്ക് അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്? ചേതൻ അഖിലിനോട് തിരക്കി. ചേതൻ സാർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ സാറിനെ തെറ്റിദ്ധരിച്ചതാണ്. സോറി. അഖിൽ അവനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തല കുനിച്ചു നിന്നു. അത് കേട്ട് ചേതൻ മെല്ലെ ചിരിച്ചുകൊണ്ട് നരേന്ദ്രനെ നോക്കി. എന്താ നരേന്ദ്ര സാർ, സാറിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ ചോദിച്ചു. അത് നരേന്ദ്രൻ എന്ത് പറയണമെന്നറിയാതെ തപ്പിത്തടഞ്ഞു. നരേന്ദ്രൻ നേരത്തെ ചേതൻ 0 വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചേതൻ അതിൽ നിന്നും ഓരോന്ന് പറഞ്ഞ് നിസ്സാരമായി ഊരിപ്പോന്നു. അതിനുശേഷം അഖിലിന്റെ കാര്യം എടുത്തിട്ട് അവനെ കൊടുക്കാമെന്നോർത്തപ്പോൾ ദാ അതിൽ നിന്നും രക്ഷപ്പെട്ടു. അഖിലിപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ പോലെ ചേതന്റെ മുൻപിൽ വാലാട്ടി നിൽക്കുകയാണ്. ഇതിൽ കൂടുതൽ അയാൾ ഇനി എന്ത് ചെയ്യാനാ? നരേന്ദ്രൻ ഒന്നും പറയാനില്ലാതെ തന്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു മാറ്റി. ഒരുപാട് നേരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം കണ്ട് എഡ്വിനെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഒന്നിനും കൊള്ളാത്ത വെറുമൊരു കുടിയനായിരുന്ന ചേതൻ എങ്ങനെ ഈ ലെവലിലെത്തി? ഐ കാൻ ബിലീവ് ഇറ്റ്. തന്റെ ഉള്ളിലെ കോപം അടക്കാൻ കഴിയാതെ പല്ല് കടിച്ച് നിൽക്കുകയായിരുന്ന അയാളുടെ മുമ്പിലേക്ക് പ്രിൻസിപ്പൽ തരകൻ അടുത്ത ഞെട്ടലിനുള്ള വകയുമായി വന്നു. എഡ്വിൻ, നിന്റെ സഹപ്രവർത്തകന് നേരെ നീ അടിസ്ഥാനമില്ലാതെ കുറ്റം ഉന്നയിച്ചതിന് ശിക്ഷയായി നിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിനെ കുറിച്ച് ടീച്ചേഴ്സ് കൗൺസിലിൽ ഞാൻ പറയും. അത് മാത്രമല്ലാതെ 100 ചാട്ടവാറടിയും ശിക്ഷയുടെ ഭാഗമായി നിനക്ക് ലഭിക്കും. തരകൻ ദേഷ്യത്തിൽ പറഞ്ഞതും അതുവരെ ദേഷ്യത്തിലുണ്ടായിരുന്ന എഡ്വിന്റെ ഭാവം പെട്ടെന്ന് പരിതാപകരമായി മാറി. അയാൾ പാവത്താനായി തല കുനിച്ചു നിന്ന് ആ ശിക്ഷയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിലും തനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് സ്വീകരിക്കാൻ അയാൾ നിർബന്ധിതനായി. അതുപോലെ വിമൽ, നീയും നിന്റെ സ്ഥാനം മറന്നുകൊണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ചേതന് നേരെ ഇല്ലാത്ത കുറ്റം ചുമത്താൻ ശ്രമിച്ചതിനാൽ നിന്നെയും ഇവിടെ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയാണ്. തരകൻ വിമലിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. മിസ്റ്റർ നരേന്ദ്രൻ, നിങ്ങൾ നിങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്ത് ഒരു അധ്യാപകനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ നിങ്ങളെ ടീച്ചേഴ്സ് കൗൺസിലിന്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ്. നിങ്ങൾ ചെയ്ത കുറ്റങ്ങളെല്ലാം ടീച്ചേഴ്സ് കൗൺസിലിനെ അറിയിച്ചു കഴിഞ്ഞു. ബാക്കി നടപടികൾ എന്താണെന്ന് വെച്ചാ ഉടൻ തന്നെ അറിയിക്കും. തരകൻ നരേന്ദ്രനോട് പറഞ്ഞു. അത് കേട്ടതും നരേന്ദ്രന്റെ മുഖം ഇരുണ്ടു. തന്റെ പ്ലാനെല്ലാം ചിന്ന ഭിന്നമായി മാറിയത് നരേന്ദ്രൻ മനസ്സിലാക്കി. ചേതനെ ഇവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടിയായിരുന്നു തരകനെ ഇവിടേക്ക് അയാൾ വിളിച്ചു കൊണ്ടുവന്നത് തന്നെ. ഇപ്പോൾ താൻ ഉദ്ദേശിച്ചൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, അതെല്ലാം തനിക്ക് തന്നെ വിനയായി മാറുകയും ചെയ്തു. അയാൾ തല ചൊറിഞ്ഞുകൊണ്ട് വിമലിന്റെ അടുത്തേക്ക് ചെന്നു. ഇതെല്ലാം നീ ഒറ്റൊരുത്തൻ കാരണമാണ് സംഭവിച്ചത്, മരക്കഴുത എന്ന് പറഞ്ഞ് വിമലിന്റെ 2 കരണത്തും അയാൾ മാറി മാറി അടിച്ചു. എന്നിട്ടും അയാൾക്ക് വിമലിന്റെ മേലെയുള്ള ദേഷ്യം മാറിയില്ല. ലിയോനെ വിട്ട് കൊല്ലേണ്ടിയിരുന്നത് നിന്നെയും
നിന്നെ കൂടെയുള്ള മറ്റേ മർത്തലേനിയുമാ. രണ്ടുപേരെയും ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. അയാൾ അലറി. വിമൽ ചേതന്റെ വഴിയിൽ തടസ്സമായി നിന്നില്ലായിരുന്നുവെങ്കിൽ നരേന്ദ്രൻ ഇവിടെ ഇങ്ങനെ വന്നു പെടില്ലായിരുന്നു. ഇപ്പോൾ തന്നെ പദവി പോയെന്ന് മാത്രമല്ല, ഒരു വലിയ അപമാനം കൂടി നരേന്ദ്രന്റെ തലയിൽ വന്നു വീണു. ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ ദുഃഖത്തോടെ നിന്നു. തരക, നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? ആ സൗഹൃദത്തിന്റെ പുറത്ത് എന്നെ വെറുതെ വിട്ടുവിടും നിനക്ക്? നരേന്ദ്രൻ മയത്തിൽ ചോദിച്ചു. തരകൻ അയാളെ പുച്ഛത്തോടെ നോക്കി. മിസ്റ്റർ നരേന്ദ്രൻ, നിങ്ങൾ എന്റെ ഫ്രണ്ടാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് ഇവിടെ നിന്ന് പുറത്താക്കാത്തത്. ഈ കിട്ടിയ അവസരമെങ്കിലും മുതലെടുത്ത് നിങ്ങളുടെ പേര് നന്നാക്കിയെടുക്കാൻ നോക്ക്. തരകൻ പറഞ്ഞത് കേട്ട് നരേന്ദ്രൻ നിസ്സഹായനായി നിന്നു. ചേതാ, നിന്നെ ഒരു കാര്യവുമില്ലാതെയാണ് ഇത്രയും നേരം ബുദ്ധിമുട്ടിച്ചത്. അതിന് കാരണക്കാരായ 3 പേരുടെയും പേരിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുവാണ്. തരകൻ ചേതന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചേതൻ മറുപടി ഒന്നും പറയാതെ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. ഇത്രയുമായിട്ടും ചേതൻ അവരോട് ദേഷ്യപ്പെടാത്തത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവർക്ക് അവനോടുള്ള മതിപ്പ് കൂടി. ശരി നരേന്ദ്ര, വാ നമുക്ക് ടീച്ചേഴ്സ് കൗൺസിലിലേക്ക് പോവാം. അവിടുന്ന് അവർ തനിക്ക് എന്ത് ശിക്ഷയാണോ തരുന്നത് അത് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് തരകൻ മുന്നേ നടന്നു. നരേന്ദ്രനും ദുഃഖത്തോടെ അയാളുടെ പിന്നാലെ ചെന്നു. കുറ്റവാളികളെല്ലാം അവിടെ നിന്ന് പോയി കഴിഞ്ഞതും അവിടം പഴയതുപോലെയായി. ധ്രുവ് ചിരിച്ചുകൊണ്ട് ചേതന്റെ അടുത്തേക്ക് ചെന്നു. ചേതൻ സാർ, എല്ലാ തെറ്റിദ്ധാരണകളും ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും എനിക്ക് ഡ്രോയിങ് പഠിപ്പിച്ചു തരുമോ? യെസ്, ഇനി നിന്നെ ഡ്രോയിങ് പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ആദ്യം നമുക്ക് ഇവിടുന്ന് പോകാം, വാ. ചേതൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എല്ലാവരെയും കൂട്ടിയിറങ്ങി. സത്യത്തിൽ നിരഞ്ജനും കുടുംബവും ധ്രുവും ഭാവനയും ഒക്കെ അവിടേക്ക് വന്നതുകൊണ്ടാണ് ചേതന് കാര്യങ്ങൾ എളുപ്പമായത്. ശരിയായ സമയത്ത് അവർ ഇടപെട്ടതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. പക്ഷേ അഖിലിന്റെ കാര്യത്തിൽ ചേതനെ സഹായിച്ചത് അവന്റെ ഉള്ളിലുള്ള മാന്ത്രിക ലൈബ്രറി ആയിരുന്നു. അഖിലിനോട് പഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ മാന്ത്രിക ലൈബ്രറിയിൽ അഖിലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനുണ്ടായ പ്രശ്നം ചേതൻ മനസ്സിലാക്കി. അഖിലിന് ഈ പ്രശ്നം എത്ര വലുതായിരുന്നോ അത്ര തന്നെ വലുതായിരുന്നു അഖിൽ കാരണം ചേതനുണ്ടായ പ്രശ്നവും. ഇത്രയും നാൾ തലയ്ക്ക് മീതെ തൂങ്ങിയാടുന്ന കത്തി പോലെ അതും കൊണ്ടാണ് ചേതൻ ജീവിച്ചത്. അതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ തനിക്ക് ഒരിക്കലും സമാധാനമായി ജീവിക്കാനാവില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും നാളും ബന്ധിച്ചിരുന്ന ഒരു ചങ്ങല തന്നിൽ നിന്നും അഴിഞ്ഞു വീണതുപോലെ ചേതന് തോന്നി. അങ്ങനെ ആ തലവൻ ഒഴിഞ്ഞുപോയി. ഇനി അടുത്തത് എന്താണാവോ? ചേതനൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ചിന്തിച്ചു. അവിടെ നിന്നും പോരുന്നതിന് മുമ്പ് ദർശനും അശോകനും തന്റെ സ്റ്റുഡൻസ് ആകാനുള്ള അവസരം കൊടുത്ത് ചേതൻ നിരഞ്ജനെയും കുടുംബത്തെയും പറഞ്ഞയച്ചിരുന്നു. അഖിൽ ചേതന്റെ സ്റ്റുഡന്റായി ചേരുന്നതിനെ കുറിച്ച് ഒരുപാട് ആഗ്രഹത്തോടെ ചോദിച്ചെങ്കിലും ചേതൻ അത് നിരസിച്ചു. ചേതനെ സംബന്ധിച്ചിടത്തോളം പഴയ ചേതൻ ചെയ്ത തെറ്റിതിരുത്തി അഖിലുമായുള്ള തന്റെ കണക്ക് തീർത്തിരുന്നു. അവനെ ശ്യാം സാറിന് കീഴിൽ തന്നെ പഠിക്കാൻ അവൻ തിരിച്ചയച്ചു. ധ്രുവിന്റെ കൂടെ ഭാവനയും ചേതന്റെ കൂടെ വന്നിരുന്നു. അപ്പോഴാണ് ചേതൻ തന്റെ ഉള്ളിലെ മറ്റൊരു സംശയത്തെക്കുറിച്ച് ഓർത്തത്. അത് തീർക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് ഭാവനയോട് ചോദിച്ചു. ഭാവനെ, ഈ അസോസിയേറ്റ് ടീച്ചർ ആവുന്ന എങ്ങനെയാണ്? ചേതൻ ഈ ലോകത്തിൽ തനിക്കായി ഒരു സ്ഥാനമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഒരു S ലെവൽ അധ്യാപകനാകാൻ അവൻ തീരുമാനിച്ചു. പക്ഷേ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് അവൻ ആദ്യം ഒരു അസോസിയേറ്റ് ടീച്ചറായി മാറണമായിരുന്നു. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല ചേതൻ സാർ. ഒരു S ലെവൽ ടീച്ചർ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാറിന് തിരഞ്ഞെടുത്താൽ മതിയാകും. സാറിന് ഈസിയായി അസോസിയേറ്റ് ടീച്ചർ ആകാൻ കഴിയും. ഇതെല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, ഭാവന പറഞ്ഞു. ഓ ഐ സി. ചേതൻ അവൾ പറഞ്ഞത് കേട്ട് തലയാട്ടി. അല്ല ഭാവന, എനിക്കൊരു ഡൗട്ട്. നീ അസോസിയേറ്റ് ടീച്ചർ ആയിട്ട് കൂടി എന്തിനാണ് ഒരു ബുക്ക് ഷോപ്പ് നടത്തുന്നത്? അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ? മാജിക് സ്കൂളിലുള്ളവർ വളരെ ബഹുമാനത്തോടെ കാണുന്നവരാണ് അസോസിയേറ്റ് ടീച്ചേഴ്സ്. അങ്ങനെയുള്ള ഭാവന പിന്നെ എന്തിനാണ് ഒരു സാധാരണ ബുക്ക് ഷോപ്പ് നടത്തുന്നത്? മാജിക് സ്കൂളിലെ അധ്യാപകരെക്കാളും അസോസിയേറ്റ് ടീച്ചേഴ്സിനാണ് മതിപ്പ് കൂടുതൽ. എന്നിട്ടും അതെല്ലാം വിട്ട് അവൾ എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ള സംശയങ്ങളായിരുന്നു ചേതന്റെ ഉള്ളിൽ. ഞാനൊരു അസോസിയേറ്റ് ടീച്ചർ ആണെങ്കിൽ കൂടിയും എനിക്ക് ആ ഒരു പോസ്റ്റിലിരിക്കാനുള്ള പ്രായമായിട്ടില്ല. എനിക്ക് ഇങ്ങനൊരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാനിത് എന്റെ സാറിനോട് പറഞ്ഞപ്പോ അദ്ദേഹമാണ് എന്നോടൊരു ബുക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ അവിടെ വരുന്നവരോട് എല്ലാം സംസാരിക്കാനും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനും അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ ചെയ്താ എന്റെ അറിവും കോൺഫിഡൻസും കൂടുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാനും അപ്പോ അദ്ദേഹം പറഞ്ഞത് അങ്ങ് അനുസരിച്ചു, ഭാവന അവനോട് പറഞ്ഞു. അത് കേട്ട് ചേതന അത്ഭുതമാണ് തോന്നിയത്. കണ്ടോ ധ്രുവ്,
ഭാവനയുടെ അറിവും കഴിവും എല്ലാം എന്തോരുണ്ടെന്ന് അവളുടെ അടുത്ത് നിന്ന് ഒരുപാട് കണ്ടുപിടിക്കാനുണ്ട്. ചേതൻ ചിരിച്ചുകൊണ്ട് ധ്രുവിനോട് പറഞ്ഞു. ഭാവനയെക്കുറിച്ച് എനിക്ക് പിന്നെ അറിയാതിരിക്കുവോ ചേതൻ സാർ? ഇവളെ കണ്ടാണ് ഒരിക്കലും ഒന്നിൽ നിന്നും പിന്മാറരുത് എന്ന് ഞാൻ പഠിച്ചത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഇവൾ എപ്പോഴും ആദ്യം നിൽക്കുന്നത്. ധ്രുവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ പറയുന്നത് കേട്ടിട്ട് ഭാവനയുടെ അടുത്ത് നിന്ന് എനിക്കും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്താ ഭാവന ടീച്ചർ, ഞാനും ടീച്ചറുടെ സ്റ്റുഡന്റായി ചേരട്ടെ? ചേതൻ അവളോട് കളിയോടെ ചോദിച്ചു. സാറിന്റെ അത്ര കഴിവൊന്നും എനിക്കില്ലേ. ഞാൻ ഒരു പാവം, എന്തോ ഭാഗ്യത്തിന്റെ പുറത്ത് അസോസിയേറ്റ് ടീച്ചർ ആയെന്ന് മാത്രം. ഭാവന മറുപടി പറഞ്ഞു. അടയ്ക്കാക്കുരുവി, ചേതൻ സാർ തമാശക്ക് പറഞ്ഞത് കേട്ട് നീ എന്തിനാ ഇങ്ങനെ സീരിയസ് ആയി എടുക്കുന്നത്? ധ്രുവ് അവളോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കണ്ട് ചേതനും ചിരിച്ചു. ഓഹോ, അപ്പൊ രണ്ടും കൂടി എന്നിട്ട് ആക്കുമായിരുന്നല്ലേ? സാറിനെ പിന്നെ ഞാൻ അടുത്തോളാം, പക്ഷെ നിന്നെ ഉണ്ടല്ലോ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് ഭാവന ധ്രുവിന്റെ ചെവിയിൽ പിടിച്ചു തിരിച്ചു. ധ്രുവ് വേദന കൊണ്ട് അലറിയതും ചേതൻ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. അവർ മൂവരും അവിടെ നിന്ന് ചിരിച്ചും കളിച്ചും മുന്നോട്ട് നടന്നു. അധ്യായം 58. ചേതനും ഭാവനയും ധ്രുവും പലതും സംസാരിച്ച് നടന്നുകൊണ്ടിരുന്നു. അല്ല സ്വാമിനാഥൻ സാർ, എന്തിനാ നിങ്ങളെ ഇരുവരെയും എന്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞുവിട്ടത്? ധ്രുവ് സൈന്യാധിപന്റെ മകനാണ്. നീ ഒരു വലിയ വീട്ടിലെ കുട്ടിയും പോരാഞ്ഞിട്ട് അസോസിയേറ്റ് ടീച്ചറും. ശരിക്കും ഒന്നാലോചിച്ച നിങ്ങളല്ലേ എന്നേക്കാൾ മേലെ? ചേതൻ അവരോട് ചോദിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല സാർ, സ്വാമിനാഥൻ സാറിന്റെ കയ്യിൽ ഒരു അപൂർവ പെയിന്റിംഗ് ഉണ്ട്. ചേതൻ സാറിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ചിത്രകലയെ കുറിച്ച് നന്നായി പഠിച്ചാൽ അദ്ദേഹം ഞങ്ങൾക്ക് ആ പെയിന്റിംഗ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതാ എന്നറിയോ? ഭാവന ഉത്സാഹത്തോടെ ചോദിച്ചു. ഏതാ? അവൻ സംശയത്തോടെ ചോദിച്ചു. വേറൊന്നുമില്ല, ദ വൺ ആൻഡ് ഓൺലി ലില്ലി ക്യാൻവാസ് എന്ന് ഭാവന പറഞ്ഞത് കേട്ടതും ചേതന്റെ കണ്ണുകൾ വിടർന്നു. ആ ചിത്രം ഒരു അപൂർവ നിധി തന്നെയാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് സാഹിർ എന്നൊരു വലിയ ചിത്രകാരൻ വരച്ചതാണ് അത്. ചേതന്റെ മനസ്സിലേക്ക് താൻ ആ ചിത്രത്തെക്കുറിച്ച് വായിച്ചതെല്ലാം ഓർമ്മ വന്നു. ആ ചിത്രത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു ചിത്രം നിങ്ങൾക്കെന്തിനാ? നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? ചേതൻ അവരോട് തന്റെ സംശയം ചോദിച്ചു. അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം, അതിനാണല്ലോ ഞങ്ങൾ ഇവിടേക്ക് വന്നത് തന്നെ, ഭാവന ചേതനോട് പറഞ്ഞു. അപ്പോഴാണ് ചേതന് കാര്യം മനസ്സിലായത്. ഭാവനയും ധ്രുവും ആ ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ട് സ്വാമിനാഥനോട് അത് ചോദിച്ചു. എന്നാൽ അദ്ദേഹം അത് തരണമെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് രണ്ടും ഇപ്പോൾ ചേതന്റെ അടുത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ പറയേ, അവൻ ഉള്ളിൽ ചിരിച്ചു. ചേതൻ സാർ, സാറിന് ചിത്രകലയെ കുറിച്ച് നല്ല വിവരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സ്വാമിനാഥൻ സാറിനെ പോലെ ഒരാളുടെ ചിത്രത്തിന്റെ കുറവുകൾ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഞങ്ങൾക്കും ചിത്രകലയെ കുറിച്ച് പഠിപ്പിച്ചു തരണം. ധ്രുവ് ചേതന്റെ അരികിലേക്ക് വന്നു നിന്നും പറഞ്ഞു. അതെ സാർ, പ്ലീസ്. ഭാവനയും കെഞ്ചി. ചിത്രകലയുടെ ABCD അറിയാത്ത ഞാൻ ഈ രണ്ടിനും എന്താ പഠിപ്പിച്ചു കൊടുക്ക? ചേതൻ തന്റെ തല ചൊറിഞ്ഞുകൊണ്ട് ചിന്തിച്ചു. മാന്ത്രിക ലൈബ്രറിയുടെ സഹായം കൊണ്ടാണ് അന്ന് സ്വാമിനാഥന്റെ വീട്ടിൽ പിടിച്ചു നിന്നത്. സത്യത്തിൽ ചിത്രകല എന്താണെന്ന് പോലും അവൻ അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഇവർ ഇരുവർക്കും താൻ എന്ത് പറഞ്ഞു കൊടുക്കും എന്നറിയാതെ ചേതൻ കണ്ണു മിഴിച്ചു നിന്നു. ഇതേ സമയം മാജിക് അക്കാദമിയിൽ തന്റെ ക്ലാസ് റൂമിൽ നിൽക്കുകയായിരുന്നു ശ്യാം. അയാളുടെ ക്ലാസ് റൂം ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തോളം വലുതാണ്. അയാളുടെ കീഴിൽ 100ഓളം കുട്ടികളും ഉണ്ടായിരുന്നു. അമ്പോ, എന്തു വലിയ ക്ലാസ് റൂം! പിള്ളേരൊക്കെ പന്തയം വെച്ച ശ്യാം സാറിന് കീഴിൽ ചേരാറുള്ളൂ എന്ന് പറയുന്നത് വെറുതെയല്ല. അവിടെയുള്ള തൂണിലേക്ക് ചാരി നിന്നുകൊണ്ട് ഒരു വയസ്സായ ആള് പറഞ്ഞു. ശ്യാം അത് ആരാണെന്ന് നോക്കിയതും ഫുഡ്വേ ഹോട്ടലിന്റെ ഉടമസ്ഥൻ തോമസ് തന്റെ ക്ലാസിന് മുന്നിൽ നിൽക്കുന്നത് അയാൾ കണ്ടു. ഇതാര് തോമസ് സാറോ? സാറെന്നിങ്ങനെ പുകഴ്ത്തല്ലേ, എല്ലാം ഒരു ഭാഗ്യം, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. ശ്യാം അയാൾക്കരികിൽ ചെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊന്നും വെറും ഭാഗ്യം മാത്രമല്ല, ശ്യാമിന്റെ കഴിവ് കൊണ്ട് കൂടിയാണ് ഇത്രയും കുട്ടികളും വന്നു ചേർന്നത്. ഫസ്റ്റ് 100 സ്റ്റുഡൻസിൽ 70 പേരും സാറിന്റെ ക്ലാസ്സിലാണുള്ളതെന്നാ ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ വെറും ഭാഗ്യം കൊണ്ടാണെന്ന് ശ്യാം എത്ര താഴ്മയായി പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല. തോമസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാറിനെ പോലെ ഡോൺ 7 സ്റ്റേജിലുള്ള ഒരു ഫൈറ്റർ എന്നിങ്ങനെ പുഴുത്തുന്നതിൽ പരം സന്തോഷം വേറെയില്ല എനിക്ക്. താങ്ക് യു സോ മച്ച് സാർ. ശ്യാമിന് ആവേശമായി. പറയൂ സാർ, സാറിന്റെ തിരക്കിനിടയിൽ എന്നെ അന്വേഷിച്ചു വരണമെങ്കിൽ കാര്യമായി എന്തോ ഉണ്ടല്ലോ? ശ്യാം അയാളോട് ചോദിച്ചു.
തോമസ് ഇവിടേക്ക് വെറുതെ വരില്ല എന്ന് ശ്യാമിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് കാര്യം എന്താണെന്നറിയാൻ അവൻ ആഗ്രഹിച്ചു. ശ്യാം ചോദിച്ചത് ശരിയാണ്. എനിക്ക് ശ്യാമിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. ഞാൻ നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ്. ആ ഒരു ബന്ധത്തിന് പുറത്താണ് ഞാൻ ഈ സഹായം ചോദിക്കുന്നത്. അത് ശ്യാം ചെയ്തു തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു, തോമസ് പറഞ്ഞു. അച്ഛന്റെ കാര്യം ഒന്നും പറയാത്തതാണ് സാർ നല്ലത്. അച്ഛൻ എപ്പോഴും വല്ലാത്ത പിടിവാശിയാ. അച്ഛനെ കുറിച്ച് പറയുന്നത് തന്നെ എനിക്ക് തലവേദനയാ. ശരി, അത് വിട്. സാറ് പറ, എന്ത് ഹെൽപ്പാണ് വേണ്ടത്? ശ്യാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ശ്യാം തന്റെ അച്ഛനുമായി അത്ര നല്ല ബന്ധത്തിലല്ല. ചില കാരണങ്ങളാൽ വഴക്കിട്ട് പിരിഞ്ഞ ശേഷം അദ്ദേഹവുമായി ഇപ്പോൾ സംസാരിക്കാറ് പോലുമില്ല. അച്ഛനെ കുറിച്ച് കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരുമെങ്കിലും തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു വലിയ മനുഷ്യനായതുകൊണ്ട് ശ്യാം അത് പുറത്ത് കാണിച്ചില്ല. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല ശ്യാം. ഈ സ്കൂളിലെ ഒരു ടീച്ചറെ കുറിച്ച് ചോദിക്കാനായിരുന്നു, തോമസ് പറഞ്ഞു. ടീച്ചറോ? ഏത് ടീച്ചർ? ആരെക്കുറിച്ചാണ് സാറിന് അറിയേണ്ടത്? ശ്യാം ചോദിച്ചു. ചേതൻ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് തോമസ് ദേഷ്യത്തിൽ പല്ല് കടിച്ചു. ചേതൻ ഫുഡ്വേ ഹോട്ടലിൽ ചെയ്ത പ്രശ്നത്തിന് ശേഷം അവിടെ കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറഞ്ഞ് ആ ഹോട്ടലിന്റെ പേര് തന്നെ നശിച്ചു പോയിരുന്നു. അത് കണ്ട് തന്റെ മനോവിഷമം അടക്കാൻ കഴിയാതെയാണ് തോമസ് മാജിക് സ്കൂളിലേക്ക് വന്നത്. ചേതന്റെ പേര് കേട്ടതും ശ്യാമിന്റെ നെറ്റി ചൊളിഞ്ഞു. എന്താ സാർ പറയുന്നത്? ചേതനോ? അവൻ ഈ സ്കൂളിൽ നിന്ന് ഇന്ന് പുറത്താകും, നാളെ പുറത്താകും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവന്റെ ലൈസൻസ് വരെ ക്യാൻസൽ ചെയ്യാൻ പോകുകയാണെന്ന് ആളുകൾ പറഞ്ഞു കേട്ടു. അവൻ സാറിനടുത്ത് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്? ശ്യാം അയാളോട് ചോദിച്ചു. ഞാൻ ചേതനെ കണ്ടിട്ട് പോലുമില്ല, അവനും എന്നെ കണ്ടിട്ടില്ല. എന്നിട്ടും എനിക്ക് അവനോട് പക തോന്നാനുള്ള വക അവൻ ഉണ്ടാക്കി തന്നു. അവനെ വെറുതെ വീഴാൻ മാത്രം ഞാൻ അത്ര വലിയവനൊന്നുമല്ല. അവനൊരു വഴിക്കാക്കിയിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ, തോമസ് ചേതനോടുള്ള പകയിൽ പറഞ്ഞു. എനിക്ക് ചില കാര്യങ്ങളാൽ അവനോട് ദേഷ്യമുണ്ട് സാർ. അവനൊക്കെ ജീവനോടുള്ളത് തന്നെ ഈ ലോകത്തിന് ഭാരമാണ്. പക്ഷെ സാറ് പേടിക്കണ്ട, അവനിപ്പോ സ്റ്റുഡൻസ് ഒന്നുമില്ല. സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ ഈ മാജിക് സ്കൂളിൽ തുടരാൻ സാധിക്കില്ല. സോ അവൻ ഉടനെ തന്നെ ഇവിടെ നിന്നും പുറത്താക്കപ്പെടും, ശ്യാം പറഞ്ഞു. അത് കേട്ട് തോമസ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ശ്യാം, നീ ഈ സ്കൂളിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ ഡൗട്ടുണ്ട്. ഇവിടെ എന്താ നടന്നതെന്നൊന്നും താൻ അറിഞ്ഞില്ലേ അപ്പോ എന്ന് ചോദിച്ച് തോമസ് ശ്യാമിന്റെ മുന്നിൽ ഒരടി കയറി നിന്നു. ശ്യാമിന്റെ തോളിൽ കൈയിട്ട് നിന്നുകൊണ്ട് അയാൾ പറഞ്ഞു. അവനെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ശ്യാം പറഞ്ഞതുപോലെ അവനിപ്പോ ഒരു സീറോ ഒന്നുമല്ല. അവന്റെ കീഴിൽ 5 സ്റ്റുഡൻസ് ഉണ്ട്. തോമസ് പറഞ്ഞത് കേട്ട് ശ്യാം ഞെട്ടി. 5 സ്റ്റുഡൻസോ? ശ്യാം അമ്പറന്ന് ചോദിച്ചു. അതെ, അവന്റെ അടുത്ത് അത്രയും സ്റ്റുഡൻസ് ഉള്ളിടത്തോളം കാലം നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, തോമസ് മുഷ്ടി ചുരുട്ടി പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? ശ്യാം ചോദിച്ചു. ആ ചേതന്റെ അടുത്തുള്ള സ്റ്റുഡൻസിനെ എല്ലാം ശ്യാമിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഈ സ്കൂളിലെ തന്നെ ഏറ്റവും മികച്ച ടീച്ചർ ശ്യാമാണ്. അവന്റെ കുട്ടികളുടെ ഒക്കെ ഭാവി അവൻ കാരണം നശിച്ചു പോകാൻ നോക്കണം. അത് സാറിന്റെ കയ്യിലാണ്, തോമസ് തന്ത്രപരമായി ശ്യാമിനോട് പറഞ്ഞു. ചേതനി മാജിക് സ്കൂളിൽ അധ്യാപകനായി ഇരിക്കുന്നോളം കാലം തോമസിന് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്താൽ അത് അയാൾക്ക് തന്നെ വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ട് ചേതന്റെ കുട്ടികളെ അവന്റെ അടുത്തു നിന്നും മാറ്റി അവനെ ഇവിടെ നിന്നും പുറത്താക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയായിരുന്നു തോമസ്. തോമസ് പറഞ്ഞത് കേട്ട് ശ്യാം ഒന്ന് മടിച്ചു നിന്നു. എന്താ ശ്യാം ആലോചിക്കുന്നത്? സത്യത്തിൽ ശ്യാം ചെയ്യാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണ്. അഖിലിന്റെ അവസ്ഥ ആ 5 കുട്ടികൾക്കും വരണമെന്നാണോ ശ്യാം ആഗ്രഹിക്കുന്നത്? അതോ ഇതിനെല്ലാം ഒരവസാനം ഉണ്ടാവണമെന്നാണോ? ശ്യാം ചിന്തിച്ചു നിൽക്കുന്നത് കണ്ട് തോമസ് ചോദിച്ചു. സാറ് പറയുന്നത് ശരിയാ, ഈ കാര്യം ഞാൻ ഏറ്റു. ഇനി ചേതൻ കാരണം ഒരു കുട്ടിയും ബുദ്ധിമുട്ടരുത്, ശ്യാം ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ടതും തോമസിന്റെ കണ്ണുകൾ സന്തോഷത്തിൽ വിടർന്നു. നല്ല തീരുമാനം, തോമസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്യാം താൻ പറഞ്ഞത് കേട്ടതിലുള്ള അതിയായ സന്തോഷമായിരുന്നു അയാള്. ചേതന്റെ അടുത്തു നിന്നും അവന്റെ കുട്ടികൾ പോയി കഴിയുമ്പോൾ അവന്റെ മനോനില എങ്ങനെയായി തീരുമെന്ന് ആലോചിച്ച് അയാൾ ഉള്ളിൽ ചിരിച്ചു. എന്റെ ഹോട്ടലിൽ വന്നിട്ട് എനിക്കിട്ട് തന്നെ പണിഞ്ഞ ഞാൻ വെറുതെ ഇരിക്കുന്നു കരുതി വെച്ചേതാ. നിനക്ക് ഈ തോമസ് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം, അയാൾ ദേഷ്യത്തിൽ മനസ്സിൽ പറഞ്ഞു.
പെട്ടെന്ന് അശോക് അവിടേക്ക് വന്ന് ശ്യാമിനെ വിഷ് ചെയ്തു. സത്യത്തിൽ അശോക് ശ്യാമിന്റെ കീഴിൽ ചേർന്നതായിരുന്നു. പിന്നീടാണ് ചേതനെ കണ്ടതും അവന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവന്റെ കീഴിൽ പഠിക്കാൻ തീരുമാനിച്ചതും. അശോക്, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാം ഓക്കെ അല്ലേ? ശ്യാം അവനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അശോക് ഈ വർഷത്തെ മികച്ച സ്റ്റുഡൻസിൽ ഒരുവനാണ്. അതുമാത്രവുമല്ല, നിരഞ്ജന്റെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയായതുകൊണ്ട് അവന് എല്ലാവരിൽ നിന്നും ഒരു പ്രത്യേക ബഹുമാനം കിട്ടിയിരുന്നു. അശോക് തന്നെ സെലക്ട് ചെയ്തതിൽ ശ്യാമിന് വലിയ അഭിമാനവുമായിരുന്നു. അശോക് ശ്യാമിന്റെ മുമ്പിൽ തല കുനിച്ച് നിലത്തേക്ക് നോക്കി നിന്നു. സർ, ഞാൻ അവൻ നിന്ന് തപ്പിത്തടഞ്ഞു. അശോക്, എന്തു പറ്റി നിനക്ക്? ധൈര്യമായി പറഞ്ഞോ. പ്രാക്ടീസിൽ വല്ല പ്രശ്നമുണ്ടോ? അതോ നിനക്ക് വയ്യേ? ശ്യാം തിരക്കി. എന്താ മോനെ, എന്തു പറ്റി? വല്ല വയറുവേദനയാണോ? സാറൊന്നും പറയില്ല. നീ ബാത്റൂമിൽ പോയിട്ട് ക്ലാസ്സിൽ കയറിയാ മതി, തോമസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാർ, ഞാൻ പറയാം. എനിക്ക് സാറിന്റെ അടുത്ത് നിന്നും മാറണമെന്നുണ്ട്. അശോക് ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്യാമിന്റെ കീഴിൽ നിന്ന് മാറാനോ? ഇവൻ പറയുന്നത് കേട്ടിട്ട് ശ്യാമിന് നെഞ്ചുവേദന വരാനുള്ള വകുപ്പുണ്ടല്ലോ. തോമസ് ചിന്തിച്ചു. എന്താ അശോക് നീ പറയുന്നത്? അന്ന് എന്റെ അടുത്ത് ചേരാൻ നീ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർത്തിട്ട് തന്നെയാണോ നീ സംസാരിക്കുന്നത്? അശോക് പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയാതെ ശ്യാം ചോദിച്ചു. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് തന്റെ കീഴിൽ ചേർന്ന ഒരു വിദ്യാർത്ഥി അവന്റെ അടുത്ത് നിന്നും മാറാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ അശോക് പറഞ്ഞത് കേട്ട് ശ്യാമിന് വലിയ ഞെട്ടലാണ് ഉണ്ടായത്. ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് സാർ. എനിക്ക് ഇവിടുന്ന് മാറണം. അശോക് തറപ്പിച്ച് പറഞ്ഞു. എന്തു പറ്റി അശോക്? എന്തുണ്ടെങ്കിലും നീ ധൈര്യമായി പറഞ്ഞോളൂ. നിന്നെ ആരെങ്കിലും എന്റെ ക്ലാസ്സിൽ നിന്ന് മാറാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ? ശ്യാം വീണ്ടും ചോദിച്ചു. ഇല്ല സാർ, എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇത് ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. അശോകിന്റെ മറുപടി അയാളുടെ സമനില തെറ്റിച്ചു. നീ എന്താ പറയുന്നതെന്ന് നിനക്കൊല്ല ബോധമുണ്ടോ? എന്റെ അടുത്ത് നിന്നും പോയാ നിന്നെ പിന്നെ ആര് ചേർക്കുമെന്ന് ഓർത്തിട്ടാ? ഈ സ്കൂളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ഞാനാണ്. ആ എന്റെ അടുത്ത് നിന്നും മാറിയ നാണക്കേട് നിനക്കാ, ശ്യാം ദേഷ്യത്തിൽ പറഞ്ഞു. സാർ, എനിക്ക് ചേതൻ സാറിന് കീഴിൽ പഠിച്ചാൽ മതി. ഞാനും എന്റെ മുത്തച്ഛനും ഒരുപാട് അപേക്ഷിച്ചാണ് ഈ ചാൻസ് വാങ്ങിയത്. അത് വെറുതെ കളയാൻ എനിക്ക് കഴിയില്ല, അശോക് പറഞ്ഞു. അത് കേട്ടതും ശ്യാമിന് തന്റെ നെഞ്ചിൽ ആരോ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി. എന്താ പറഞ്ഞേ? ചേതനോ? ശ്യാമിന്റെ തല ഒന്ന് കറങ്ങി. അയാൾ തന്റെ ക്ലാസ് റൂമിന്റെ ചുമരിൽ ചാഞ്ഞു നിന്നു. സത്യത്തിൽ ശ്യാമിനേക്കാൾ വലിയ ഞെട്ടല്ലായിരുന്നു തോമസ്. ഇവൻ പറയുന്നത് കേട്ടിട്ട് ഇതിപ്പോ എനിക്ക് തന്നെ നെഞ്ചുവേദന വരുന്ന ലക്ഷണമുണ്ടല്ലോ, തോമസ് മനസ്സിൽ പറഞ്ഞു. അശോക്, നീ നല്ലോണം ആലോചിച്ച് തന്നെയാണോ ഈ പറയുന്നത്? പണ്ട് അവന്റെ കീഴിൽ ചേർന്ന അഖിൽ എന്നൊരു കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നിനക്കറിയോ? ശ്യാം ചോദിച്ചു. അറിയാം, എനിക്കെല്ലാം അറിയാം. അതൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ചേതൻ സാറിന്റെ അടുത്ത് ചേരാൻ പോകുന്നത്, അശോക് തറപ്പിച്ച് പറഞ്ഞതും ശ്യാമും തോമസും പരസ്പരം നോക്കി നിന്നു. അധ്യായം 59. അഖിലിന്റെ വിഷയം അശോകിന് അറിയാമെന്ന് പറഞ്ഞപ്പോ ശ്യാം സംശയത്തോടെ അവനെ നോക്കി. നിനക്ക് എന്തറിയാമെന്ന് ഈ പറയുന്നത്? ചേതൻ പറഞ്ഞു കൊടുത്തത് അതേപടി അനുസരിച്ചാണ് അവന് സ്വന്തം ജീവൻ നഷ്ടമായത് എന്ന് ശ്യാം പറഞ്ഞതും, മതി സാർ, സത്യം എല്ലാവർക്കും മനസ്സിലായി. ഞാൻ മരിച്ചിട്ടില്ലെന്നും രഹസ്യമായി സാർ എന്നെ ട്രെയിൻ ചെയ്യുകയായിരുന്നു എന്നും അശോക് അടക്കം എല്ലാവരും അറിഞ്ഞു. അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് അഖിൽ അവിടേക്ക് വന്ന് പറഞ്ഞു. അത് കണ്ടതും ശ്യാം ആകെ ഞെട്ടിപ്പോയി. എന്തിനാ ഞാൻ മുറിയിൽ അടച്ചിട്ട് പഠിപ്പിക്കുന്നത് ഞാൻ എത്ര തവണ ചോദിച്ചിരുന്നു. അപ്പോഴൊന്നും സാർ എനിക്ക് മറുപടി തന്നില്ല. പക്ഷേ സാറിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രഹസ്യമായി ആണെങ്കിലും അയാൾ ആത്മാർത്ഥതയോടെയായിരുന്നു തന്നെ ഗൈഡ് ചെയ്തതെന്ന് അഖിലിനറിയാം. ശ്യാമിന് ചെറിയ ആശ്വാസം തോന്നി. സാർ, ഞാൻ പറഞ്ഞ കാര്യം? അശോക് ഇതിനിടയിൽ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അശോക്, നിന്നോട് ഞാൻ എത്ര തവണയായി പറയുന്നു. ശരി, അഖിൽ നേരിട്ട് വന്ന സ്ഥിതിക്ക് ഇനി അഖിൽ തന്നെ പറഞ്ഞു കൊടുക്ക് ചേതൻ കാരണം ഉണ്ടായ പൊല്ലാപ്പുകൾ, എന്നിട്ട് നീ തീരുമാനിക്ക്, ശ്യാം അഖിലിനോട് പറഞ്ഞു. ചേതനെ കുറിച്ച് അവൻ മോശമായി സംസാരിക്കുമെന്നാണ് ശ്യാം പ്രതീക്ഷിച്ചത്. പക്ഷേ അഖിൽ അത് കേട്ട് ഒന്നും പറയാതെ തല കുനിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. ശ്യാം അത് കണ്ട് സംശയത്തോടെ അഖിലിന് നേരെ തിരിഞ്ഞു. എന്തു പറ്റി അഖിൽ?
എന്താ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നത്? ചേതൻ നിന്നോട് ചെയ്തതൊക്കെ നീ മറന്നോ? ശ്യാം ദേഷ്യത്തിൽ ചോദിച്ചു. അഖിലിന് ചേതനോടുള്ള വെറുപ്പ് മറ്റാരെക്കാളും നന്നായി ശ്യാമിന് അറിയാമായിരുന്നു. ചേതനെ അവൻ എപ്പോഴും പ്രതികാര ദാഹത്തോടെയാണ് നോക്കി കണ്ടിരുന്നത്. അപ്പോഴെല്ലാം ശ്യാം ആയിരുന്നു അവനെ തടഞ്ഞിരുന്നത്. ഇപ്പോൾ ശ്യാം അനുവാദം കൊടുത്തിട്ടും അവൻ ചേതനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത് കണ്ട് ശ്യാം ആകെ കുഴപ്പത്തിലായി. അഖിൽ, വാട്ട് ഹാപ്പൻഡ്? എന്താ നീ ഒന്നും പറയാതെ നിൽക്കുന്നത്? ശ്യാം അവനോട് ചോദിച്ചു. അഖിൽ തന്റെ ധൈര്യം സംഭരിച്ചുകൊണ്ട് ശ്യാമിനെ നോക്കി. സാർ, അശോക് പറഞ്ഞത് തന്നെയാണ് ഞാനും ഇപ്പൊ ചിന്തിക്കുന്നത്. എനിക്കും ചേതൻ സാറിന്റെ കീഴിൽ ചേരണമെന്നുണ്ട്. അഖിൽ പറഞ്ഞു. എന്ത്? അഖിൽ, നീ തന്നെയാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും തല കറങ്ങി ശ്യാം താഴേക്ക് ഊർന്നു വീണു. ആ ബെസ്റ്റ്, നല്ല ആളുടെ അടുത്താ ഞാൻ സഹായവും ചോദിച്ചു വന്നത്. തലയിൽ കൈവച്ചുകൊണ്ട് തോമസ് ചിന്തിച്ചു. എന്നിട്ട് അയാൾ നിലത്ത് വീണ് കിടക്കുന്ന ശ്യാമിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ എഴുന്നേറ്റ് നിന്ന് തലയൊന്ന് കുടഞ്ഞ് അഖിലിന്റെ ചുമലിൽ പിടിച്ചു. നീ എന്തായി പറയുന്നത്? അവൻ ചോദിച്ചു. ഇത്രയും നാള് ചേതനെ ചീത്ത പറഞ്ഞു നടന്നിട്ട് ഇപ്പോ ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? അവൻ നിന്നോട് ചെയ്തൊക്കെ നീ മറന്നോ? ശ്യാം ദേഷ്യത്തിൽ ചോദിച്ചു. ഇല്ല സാർ, ചേതൻ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാർ അന്ന് അതെല്ലാം എന്റെ നല്ലതിന് വേണ്ടിയാണ് ചെയ്തത്. ഞാനാണ് അത് മനസ്സിലാക്കാതിരുന്നത്. ഞാൻ ചേതൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആയാ മതി, അഖിൽ വീണ്ടും പറഞ്ഞു. ശ്യാം പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. ശ്യാം ഒരു ഉയർന്ന നിലയിലെ അധ്യാപകനാണ്. ഇങ്ങനെ രണ്ട് സ്റ്റുഡൻസിന് വേണ്ടി ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നത് അയാളുടെ ഇമേജിനെ ബാധിക്കും. അതുകൊണ്ട് അയാൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. ശരി, നിങ്ങൾ രണ്ടുപേരും ഇത്രയും തറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ നിന്ന് പോവാം എന്ന് പറഞ്ഞ് തന്റെ പോക്കറ്റിൽ നിന്ന് 2 ID കാർഡുകൾ എടുത്തു. അതിൽ 2ലും തന്റെ രക്തം പതിപ്പിച്ച് അവരുമായുള്ള കണക്ഷൻ അവസാനിപ്പിച്ചു. ശരി, ഇനി നിങ്ങൾക്ക് ആരുടെ അടുത്തേക്ക് വേണമെങ്കിലും പോകാം. ഓൾ ദി ബെസ്റ്റ്. ശ്യാം അവരിരുവരെയും നോക്കി തന്നെ ദേഷ്യം അടക്കിക്കൊണ്ട് പറഞ്ഞു. അഖിലും അശോകും നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോയി. അവർ പോകുന്നത് നോക്കി നിന്ന ശ്യാമിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അയാൾ അലറി. ശ്യാമിന് ദേഷ്യം കണ്ട് ഒരു നിമിഷം തോമസ് വരെ ഞെട്ടി നിന്നുപോയി. മാജിക് സ്കൂളിലെ നമ്പർ 1 അധ്യാപകനാണ് ശ്യാം. മറ്റു ക്ലാസ്സുകളിലുള്ള കുട്ടികൾ വരെ ശ്യാമിന്റെ ക്ലാസ്സിൽ വന്ന് ചേരാനായി വഴക്കുണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള ശ്യാമിന്റെ അടുത്ത് നിന്ന് ഒരു കുട്ടിയല്ല, ഇപ്പോൾ 2 കുട്ടികളാണ് മാറിയിരിക്കുന്നത്. ഇനി അങ്ങനെ പോയെങ്കിൽ തന്നെ ശിവന്യ മാമിന്റെയും ലിൻഡ മാമിന്റെയും പോലെയുള്ള മികച്ച അധ്യാപകരുടെ അടുത്തേക്കാണ് പോയിരുന്നതെങ്കിൽ ശ്യാമിന് ഇത്രയും പ്രശ്നമുണ്ടാകില്ലായിരുന്നു. എന്നാൽ അവർ പോയത് ഏറ്റവും മോശമായ അധ്യാപകനായ ചേതന്റെ അടുത്തേക്കാണ്. കുറച്ചു മുമ്പാണ് ചേതന്റെ സ്റ്റുഡൻസിനെ കൂടി തന്റേതാക്കി മാറ്റാമെന്ന് ആത്മവിശ്വാസത്തോടെ ശ്യാം വാക്കുകൊടുത്തത്. നിർഭാഗ്യവശാൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ നടന്നത്. അതോർത്ത് ശ്യാമിന് തന്റെ നെഞ്ചിൽ ഒരു കനലെരിയുന്നത് പോലെ തോന്നി. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ തന്റെ സ്റ്റുഡൻസിന്റെ നേരെ തിരിഞ്ഞു. അർജുൻ. ശ്യാം അവന്റെ ഒരു കുട്ടിയെ വിളിച്ചു. അർജുൻ 16-17 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. റാങ്കിങ്ങിൽ 4ാം സ്ഥാനമാണ് അർജുന് ലഭിച്ചത്. അതായത് ഈ വർഷത്തെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരുവനാണ് അർജുൻ. ഡോൺ 1 സ്റ്റേജിൽ 4th ലെവലിലുള്ള അർജുൻ എപ്പോൾ വേണമെങ്കിലും ഡോൺ 2 സ്റ്റേജിലേക്ക് എത്താൻ പ്രാപ്തനായിരുന്നു. ശ്യാം വിളിച്ചതും അർജുൻ അവന്റെ മുൻപിൽ വന്നു നിന്നു. അർജുൻ, നീ ആ ചേതൻ സാറിന്റെ അടുത്ത് പോയി ഞാൻ അവനെ ഒരു പന്തയത്തിന് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറ. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. സാർ, പന്തയോ? എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അർജുൻ ചോദിച്ചു. ഇത്രയും നേരം എല്ലാം മിണ്ടാതെ കണ്ടുകൊണ്ടിരുന്ന തോമസ് ശ്യാമിന് നേരെ തിരിഞ്ഞു. നീ ടീച്ചേഴ്സ് കോമ്പറ്റീഷനെ കുറിച്ചാണോ പറയുന്നത്? അയാൾ ചോദിച്ചു. അതെ, അത് തന്നെ. ശ്യാം അയാളോട് മറുപടി പറഞ്ഞു. അർജുൻ, നീ പോയി അവനോട് പറ, ധൈര്യമുണ്ടെങ്കിൽ എന്നോട് മുട്ടി നോക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാം ഒരു പേപ്പറിൽ എന്തോ എഴുതി അത് അർജുന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 15 ദിവസത്തിനുള്ളിൽ നടക്കുന്ന സ്റ്റുഡൻസ് എൻട്രൻസ് കോമ്പറ്റീഷനിൽ ധൈര്യമുണ്ടെങ്കിൽ എന്നോട് മുട്ടി നോക്കാൻ പറ. ഇല്ലെങ്കിൽ എന്റെ സ്റ്റുഡൻസിനെ എന്റെ അടുത്തു നിന്നും തട്ടിയെടുക്കുന്നത് അവനോട് നിർത്താൻ പറ. ശ്യാം ദേഷ്യത്തോടെ അലറി. ഒരു അധ്യയന വർഷം തുടങ്ങി 15 ദിവസങ്ങൾക്ക് ശേഷം
സ്റ്റുഡൻസ് എൻട്രൻസ് കോമ്പറ്റീഷൻ മാജിക് സ്കൂളിൽ നടത്താറുണ്ട്. പുതുതായി വന്ന കുട്ടികൾക്ക് തന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമായിരുന്നു അത്. അതുപോലെ ചില സമയങ്ങളിൽ 2 അധ്യാപകർ ചേർന്ന് തന്റെ കുട്ടികളെ വെച്ച് ഈ എൻട്രൻസ് കോമ്പറ്റീഷനിൽ ബെറ്റ് വെക്കാറുണ്ട്. ആ ബെറ്റിൽ ആരാണോ ജയിക്കുന്നത് അത് ആ കുട്ടിയുടെ കഴിവ് മാത്രമല്ല, അവനെ പഠിപ്പിച്ച അധ്യാപകന്റെ കഴിവ് കൂടിയാണ് കാണിക്കുന്നത്. ചേതനെ ആ കോമ്പറ്റീഷനിൽ തോൽപ്പിച്ച് എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താനായിരുന്നു ശ്യാമിന്റെ പ്ലാൻ. ശ്യാം പറഞ്ഞത് കേട്ടതും ശരിയെന്ന തലയാട്ടി അർജുൻ അവൻ തന്ന പേപ്പറും കൊണ്ട് ചേതന്റെ അടുത്തേക്ക് പോയി. സാധാരണ ഇങ്ങനെ അധ്യാപകർ തമ്മിൽ ബെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മത്സരം നടക്കുക അവർ മാത്രമായി ഒരു ക്ലാസ് റൂമിൽ വെച്ചായിരിക്കും. പക്ഷെ ശ്യാം തന്റെ മേലുള്ള അമിത ആത്മവിശ്വാസം കൊണ്ട് ചേതനെ പൊതുവേദിയിൽ വെച്ച് തന്നെ ബെറ്റിനായി ക്ഷണിച്ചു. അർജുനും തന്റെ അധ്യാപകനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് പോയത്. ശ്യാം, നീ എന്തിനെ പ്രഷർ കയറ്റുന്നത്? ഈ പന്തയത്തിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? തോമസ് ശ്യാമിനോട് ചോദിച്ചു. സാർ, ഒന്നും കാണാതെ ഒരു പന്തയം വെക്കാൻ ഞാനൊരു പൊട്ടനൊന്നുമല്ല. ഈ പന്തയത്തിൽ തോറ്റ അവന്റെ മുഴുവൻ സ്റ്റുഡൻസിനെയും എനിക്ക് തരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ ബെറ്റിൽ ഞാൻ അവനെ പുഷ്പം പോലെ തോപ്പിച്ച് ഒറ്റയടിക്ക് ഇല്ലാതെയാക്കും. ശ്യാം വന്യമായ ഒരു ചിരിയോടെ പറഞ്ഞു. അധ്യാപകനായി ചേർന്ന നാൾ മുതൽ ഒരു പ്രശ്നത്തിലും തലയിടാത്ത ഒരാളാണ് ശ്യാം. ഒരു കുഴപ്പത്തിനും പോയി പെടാതെ എങ്ങനെയും ഒരു എസ് ലെവൽ ടീച്ചറായി മാറണമെന്നാണ് ശ്യാമിന്റെ സ്വപ്നം. എന്നാൽ ഈ വിഷയം അയാളുടെ അഭിമാനത്തിനാണ് ഭംഗം വരുത്തിയത്. തന്റെ ക്ലാസ്സിൽ നിന്നും 2 കുട്ടികൾ തന്നേക്കാൾ താഴെ നിലയിലുള്ള ഒരാളുടെ കീഴിൽ ചേരുന്നത് അയാൾക്ക് ചിന്തിക്കാൻ കൂടി ആവുന്നില്ലായിരുന്നു. ഇതേ സമയം ചേതന്റെ ക്ലാസ് റൂമിൽ സാറയും മേഘയും ആകെ ആവലാതിയിലായിരുന്നു. ചേതൻ സാറിന് എന്തു പറ്റി? ഒരു വിവരവുമില്ലല്ലോ. എഡ്വിൻ ചേതനെ ഈ സ്കൂളിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്നത് ചേതന്റെ സ്റ്റുഡൻസിന് നല്ലതുപോലെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം ആവലാതിപ്പെടാതിരിക്കാനായില്ല. നിങ്ങളാരും ടെൻഷൻ ആവണ്ട. ചേതൻ സാറിന്റെ കഴിവെന്താണെന്ന് ആർക്കറിയില്ലെങ്കിലും നമ്മൾക്കെല്ലാം നല്ലതുപോലെ അറിയാം. അത് ഋഷിക്കും അറിയാം. അവൻ എന്തായാലും ചേതൻ സാറിനെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ആനന്ദ് അവരെ എല്ലാം സമാധാനിപ്പിക്കാനായി പറഞ്ഞു. അത് കേട്ടതും ബാക്കിയുള്ളവരെല്ലാം ചെറിയൊരു ആശ്വാസം വന്നതുപോലെ തലയാട്ടി. നീ പറഞ്ഞത് ശരിയാണ് ആനന്ദ്. പക്ഷേ ആ എഡ്വിൻ സാർ എന്ത് തറവേല വരെ കാണിക്കാൻ മടിയില്ലാത്തവനാണ്. സാറ പറഞ്ഞു. അത് ശരിയാ. പക്ഷേ നമ്മുടെ ചേതൻ സാറിന്റെ അടുത്ത് അയാളുടെ ഒരു നമ്പറും വേലയ്ക്കാവില്ല. സാറിനെ ഒന്ന് തൊടാൻ പോലും അയാൾക്കാവില്ല. മേഘ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ആ പറഞ്ഞത് കറക്റ്റാണ്. ചേതൻ സാർ ഇതെല്ലാം നിസ്സാരമായി ഹാൻഡിൽ ചെയ്യും. ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും അറിയാം. പക്ഷെ എന്നാലും ഒരു ചെറിയ ഭയം, അത്രേ ഉള്ളൂ. സാറ പറഞ്ഞു. സാറാ, നീ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. നമ്മുടെ സാർ സൂപ്പർ അല്ലേ? എഡ്വിൻ സാർ എന്ന് മുട്ടൻ പണി വാങ്ങിക്കൂട്ടുമെന്നാ തോന്നുന്നേ. വിവേക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് മറ്റുള്ളവരും ചിരിക്കാൻ തുടങ്ങി. ആ ക്ലാസ് റൂം മുഴുവനും അവരുടെ ചിരിയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു. പെട്ടെന്ന് ക്ലാസ് റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് ഒരു വിദ്യാർത്ഥി അവിടേക്ക് കയറി വന്നു. നിങ്ങളുടെ സാർ ഇവിടെ ഇല്ലേ? കാണുന്നില്ലല്ലോ. ക്ലാസ്സിൽ കയറാതെ സാർ എവിടെയാ കറങ്ങാൻ പോയത്? ആ വിദ്യാർത്ഥി പരിഹാസത്തോടെ തിരക്കി. അവന്റെ സംസാരത്തിന്റെ ടോൺ തന്നെ കളിയാക്കുന്നത് പോലെയായിരുന്നു. ചേതൻ സാർ ഒരു അധ്യാപകനാണെന്നുള്ള ബഹുമാനം പോലും നൽകാതെ അവൻ സംസാരിക്കുന്നത് കണ്ട് ആനന്ദിന് ദേഷ്യം വന്നു. ആരാണ് നീ? ആദ്യം പുറത്തേക്ക് ഇറങ്ങടാ എന്ന് ദേഷ്യത്തിൽ ഒച്ച വെച്ചുകൊണ്ട് ആനന്ദ് തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. തന്റെ അധ്യാപകനെ കുറിച്ച് വെറുമൊരു വിദ്യാർത്ഥി ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ആനന്ദിന് ഇഷ്ടപ്പെട്ടില്ല. ആനന്ദ്, അവൻ ആരാണെന്നറിയാതെ സംസാരിക്കല്ലേ. അവൻ അർജുനാണ്. അവന് ഈ സ്കൂളിൽ റാങ്കിങ്ങിൽ 4th പൊസിഷനാണ്. വിവേക് ആനന്ദിന്റെ കാതിൽ പറഞ്ഞു. ഡോൺ 1 സ്റ്റേജ് ലെവൽ 4ലുള്ള മികച്ച ഒരു വിദ്യാർത്ഥിയാണ് അവനെന്ന് സാറയും മേഘയും നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. സാറയും മേഘയും തന്നെ നോക്കി നിൽക്കുന്നത് അർജുൻ കണ്ടു. എന്തായി നോക്കി പേടിപ്പിക്കുന്നത്? മര്യാദയ്ക്ക് ലെറ്റർ വാങ്ങി നിങ്ങളുടെ സാറിന് കൊടുക്കാൻ നോക്ക്. ശ്യാം സാർ തന്നതാണ്. 15 ദിവസങ്ങൾ കഴിഞ്ഞ് നടക്കുന്ന സ്റ്റുഡൻസ് എൻട്രൻസ് കോമ്പറ്റീഷനിൽ നിങ്ങളുടെ ചേതൻ സാറിനെ എന്റെ സാറ് ബെറ്റിന് വിളിച്ചിട്ടുണ്ട്. ആരാണെന്ന് വെച്ചാ ഈ ലെറ്റർ വന്ന് വാങ്ങിക്കേ. അർജുൻ ആ ലെറ്റർ നീട്ടിപ്പിടിച്ച് പറഞ്ഞു. അർജുന് ചേതനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. അവൻ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയതിനെ കുറിച്ചെല്ലാം അർജുൻ അറിഞ്ഞിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് അവൻ ചേതനോട് ഒരു ബഹുമാനവുമില്ലാതെ പെരുമാറുന്നതും. അതുമല്ല, തന്റെ അധ്യാപകൻ ഏറ്റവും മികച്ചതാണെന്നുള്ള അഹങ്കാരവും അവനുണ്ടായിരുന്നു. ശ്യാം സാറോ? ബെറ്റോ? ശ്യാമിന്റെ പേര് കേട്ടതും ചേതന്റെ കുട്ടികളെല്ലാം കണ്ണുമിഴിച്ച് ചോദിച്ചു. സാറയ്ക്ക് സ്റ്റുഡൻസ് എൻട്രൻസ് കോമ്പറ്റീഷനിൽ നടത്തുന്ന ബെറ്റുകളെ കുറിച്ച് അറിയാമായിരുന്നു. കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല, അധ്യാപകരുടെ ഇടയിലും ആരാണ് മികച്ചതെന്ന് കണ്ടുപിടിക്കാനാണ് ഈ ബെറ്റ് നടത്തുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് സാറ അവനോട് ചോദിച്ചു. ശ്യാം സാർ അറിയപ്പെടുന്ന ഒരു ടീച്ചറല്ലേ? അദ്ദേഹം എന്തിനാണ് ചേതൻ സാറിന്റെ അടുത്ത് ബെറ്റിന് വരുന്നത്? ഓ അതോ, അത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങളുടെ സാറിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? വെറുതെ പോകുന്ന ആളുകളുടെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ലേ. അതുപോലെ ശ്യാം സാറിന്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കി. ശ്യാം സാർ പിന്നെ വെറുതെ വിടോ? ഇങ്ങോട്ട് വന്ന് അടി ചോദിച്ചു വാങ്ങിക്കുമ്പോ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സാറ് വരുമ്പോ പറ, ശ്യാം സാറ് ബെറ്റിന് വിളിച്ചിട്ടുണ്ടെന്ന്. ആ ബെറ്റിന് നിൽക്കാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സാറും കൂടി ശ്യാം സാറിന്റെ അടുത്ത് വന്ന് കാലിൽ വീണ് മാപ്പ് പറ എന്ന് പറഞ്ഞ അർജുൻ കയ്യിലിരുന്ന ലെറ്റർ എടുത്ത് ചേതന്റെ ടേബിളിലേക്ക് ഇട്ടു. അവൻ അവിടെ നിന്നും തിരിഞ്ഞ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും ആനന്ദ് അവനെ തടഞ്ഞു നിർത്തി.